ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. എൻ്റെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ഉത്സവമാണ്. കണ്ണാടിക്കൽ ചന്ത എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ, ഒന്ന് വെറുതെ കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്നത്തെയും പോലെ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. അച്ചുവിന് ഫേവറേറ്റ് ആയതുകൊണ്ട് ഇപ്പം ഹോട്ടലിൽ ഉച്ചയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതലും ബിരിയാണി തന്നെയാണ് വാങ്ങി കഴിക്കാറുള്ളത്. അവൻ നന്നായിട്ട് കഴിക്കും ചെയ്യും കേട്ടോ ബിരിയാണി. കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് അതിലേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് നമ്മളൊരു സംഭവം കണ്ടു. നല്ല വെയിലായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയ ആകാശത്തേക്ക് നിറച്ച് പരുന്താണ്. നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് പരുന്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇറങ്ങാതിരിക്കാൻ തോന്നുക. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മൂന്നാളും താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അതാ അവിടെ ഒരു ചെറിയ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കട ഉണ്ട്. അത് കണ്ടിട്ടുണ്ടേ പിന്നെ അച്ചുവിന് എന്തായാലും അത് വേണം. ഞാൻ കുറേ പറഞ്ഞു നോക്കി വാങ്ങി കൊടുക്കണ്ടെന്ന്. പക്ഷേ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വാങ്ങിയിട്ടോ. എന്തായാലും ഉത്സവത്തിന് പോവുകയാണ്, അപ്പോൾ അവിടുന്ന് അവന് കിട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സൈക്കിൾ ഓടിച്ച് വരുന്ന ആളെ കണ്ടോ, അങ്ങേര് എന്തോ കോഴിയുടെയൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പരുന്ത് വരാറുള്ളത് സാധാരണ അവിടെ. സംഭവം ഇതിൻ്റെ മുന്നിൽ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഈ പരുന്ത് വരുമ്പോഴൊക്കെ ആ സൈക്കിൾ അവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ റീലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും പരുന്തുകളൊക്കെ ഒരുമിച്ച് പറക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. എന്തോ ഒരു 3D എഫക്റ്റ് ഒക്കെ തോന്നും ആകാശത്തേക്ക് നോക്കുമ്പം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണാടിക്കലേക്ക് വന്നു. കണ്ണാടിക്കലാണ് ഇന്ന് സ്റ്റേ ചെയ്യുക. ചേച്ചീൻ്റെ വീടാണ് കേട്ടോ ഇത്. ചേച്ചീൻ്റെ മോളാണത്. ഞങ്ങളൊക്കെ ചക്കി എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ട്, ടോബി എന്നാണ് പേര്. അച്ചും ടോബി കുറച്ച് സമയം കൊണ്ട് തന്നെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഏട്ടൻ തിരിച്ചു പോവാണ്. ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചന്തയിലേക്കൊന്ന് ഇറങ്ങും. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇരുടാവുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. രാത്രി എന്തായാലും അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ഗാനമേള, ഇന്നാണ് മെഗാ ഗാനമേള ഉള്ളത്. അപ്പോൾ അവിടെ എന്തായാലും പോകുന്നുണ്ട്. ടോബിനെ സോഫേൻ്റെ അടിയിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചു. ടോബി ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുമില്ല. അതുപോലെ തന്നെ അച്ചുവിൻ്റെ മാമൻ ആ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അച്ചു കുറേ പോയി വാതിൽ മുട്ടി നോക്കുന്നുണ്ട് കേട്ടോ. അവൻ നല്ല ഉറക്കാന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് മുന്നേച്ചി വന്നിട്ട് അവനൊരു ബിസ്ക്കറ്റ് കൊടുത്തത്. അത് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ഈ ടൈമിൽ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് നന്നായിട്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അച്ചു സൈഡിൽ ഇരുന്ന് ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട്. ടോബി ആണെങ്കിൽ നന്നായിട്ട് നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. പക്ഷെ അത് വീഡിയോ ആയിപ്പോയി. പിന്നെ അവൻ നിൽക്കുകയോ ചെയ്തില്ല, ഓടി പോവുകയാണേ ചെയ്തത്. അച്ചു ഇടയ്ക്കിടയ്ക്ക് ടോബീനെ കുട്ടൂന്ന് വിളിച്ചു പോവാട്ടോ. സംഭവം എന്താ വെച്ചാൽ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ കുട്ടൂന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ട്. അപ്പോൾ അച്ചു അതായിട്ട് നല്ല കമ്പനിയാണ്. അതിനെങ്ങനെ കുട്ടോ എന്ന് വിളിച്ച് നടക്കുന്നതാണ്. ആ ഓർമ്മയിൽ ഇതിനെ കാണുമ്പോൾ അറിയാതെ കുട്ടു വിളിച്ചു പോകണ്ടി. ഇവൻ കുട്ടു എന്ന് വിളിക്കുന്നേ കേട്ടിട്ട് അവിടെ ഉള്ളവർക്കും പേര് മാറിപ്പോവാട്ടോ ടോബിയുടെ. ഇപ്പം ബീച്ചിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയ സ്കൂട്ടറാണ് കേട്ടോ ഇവനെടുത്ത് കളിക്കുന്നത്. അതിൻ്റെ മുകളിൽ കല്ല് കയറ്റിയിട്ട് അത് കൊണ്ടുപോയി ലോഡടിക്കാനുള്ള പരിപാടിയാണ്. സംഭവം എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടുന്ന്. അച്ചു ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ അങ്ങോട്ട് എൻട്രി ആവുന്നത്. ഈ ഡോഗിൻ്റെ പേര് റോണോ എന്നാണ്. ഇത് അത്യാവശ്യം വലിയ ഡോഗാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇതിനെ. അച്ചു എങ്ങാനും അതിൻ്റെ അടുത്തേ ഓടിപ്പോകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അതേപോലെ അതെങ്ങാനും ചങ്ങല പൊട്ടി ചിൻ്റെ അടുത്തേക്ക് ഓടി വരുമെന്നും എനിക്ക് പേടിയാട്ടോ. അച്ചുവിനെ എന്തായാലും എടുത്തിട്ടേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ചിലപ്പോൾ ഓടിപ്പോവും അതിൻ്റെ അടുത്തേക്ക്. പക്ഷേ ഈ ഡോഗ് അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ. അച്ചു എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട്, നായ ഉണ്ടായിരുന്നു, പോത്ത്, പിന്നെ വയലിൽ കൊക്കൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പം അതാ അച്ചു ഒളിച്ച് നിൽക്കുകയാണ്. സംഭവം ടോബി തിരങ്ങി നടക്കുകയാണ് അച്ചുവിനെ. അച്ചു അതാ ഒളിച്ച് നിന്ന് മിണ്ടരുത് എന്ന് പറയുക ഞങ്ങളോട് കേട്ടോ. അവസാനം ടോബി അച്ചുവിനെ കണ്ടുപിടിച്ചേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചന്തയിലേക്ക് ഇറങ്ങി. ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് റൈഡിൽ കയറണം എന്ന് ഉറപ്പിച്ചിട്ടാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല. അത് വേറെ കാര്യം. ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ കയറാറുണ്ടായിരുന്നു റൈഡിലൊക്കെ. പക്ഷേ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ ഞാൻ ചന്തയ്ക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻ്റ് ആയി. ഇപ്പോഴാണ് അച്ചുവും ഉണ്ട്. അതുകൊണ്ട് എനിക്ക്
പറ്റുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഈ തോണിയിലും യന്ത്രൂഞ്ഞാലിലും ബ്രേക്ക് ഡാൻസിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്രാവശ്യം ചന്തയിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഹെവിയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ചക്കി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കൊക്കെ ഭയങ്കര പേടിയായി എന്നാണ് പറഞ്ഞത്. ഓളാണെങ്കിലുള്ള റൈഡിലൊക്കെ കയറുന്ന ആളാണ്. ഓക്കൊക്കെ പേടിയായിട്ട് എന്തായാലും ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്കാണെങ്കിൽ ഒന്നിലും കയറിയില്ലെങ്കിലും അതിലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതും പറ്റിയില്ല. കുറേ ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങളന്ന് ചന്തയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നേ. മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു. അച്ചുവിനെ ഒരുപാട് നേരം അങ്ങനെ മഞ്ഞത്ത് നിർത്താനും പറ്റൂല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ റൈഡിൽ കയറാതെ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചുവിന് എന്തായാലും ഞാനൊരു ചെറിയ കറങ്ങുന്ന കാറിൻ്റെ റൈഡിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ അടുത്ത കൊല്ലം ഞാൻ എന്തായാലും റൈഡിൽ കയറുന്ന ശപഥം ചെയ്തുകൊണ്ട് ഞാൻ അവിടുന്ന് വരികയാണേ ചെയ്ത്. പിന്നെ അതാ ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു സംഭവത്തിൽ എയർ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിർത്തി വെച്ചതും അതിനകത്ത് കുട്ടികൾ കയറി കളിക്കുന്നതൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എയർ കയറ്റി ഇത് വലുതായി വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇന്നെപ്പോലെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ ആ അമ്പലത്തിൻ്റെ അടുത്ത് വരെ ഈ കടകളൊക്കെ മൊത്തമായിട്ടുണ്ടാവും. റോഡിൻ്റെ രണ്ട് സൈഡും ഫുള്ളായിട്ട് കടകളായിരിക്കും. വണ്ടിക്കൊന്നും പോവാൻ പറ്റൂല റോഡിൽ കൂടെ. അത്രയും തിരക്കായിരിക്കും കേട്ടോ അവിടെ. ഇത് മെയിൻ റോഡ് കൂടി അല്ല കേട്ടോ പോകുന്നത്. സൈഡിൽ കൂടെ ഒരു എളുപ്പവഴി ഉണ്ട്. അതിലാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനത്തെ കടകളൊക്കെ അവിടെയും നിറച്ചുണ്ടാവുക. ഇതിലെ പോവാന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. എന്താ വെച്ചാൽ അച്ചുവിന് ഇതൊക്കെ കണ്ട് കൺട്രോള് പോകുന്നുണ്ടായിരുന്നു. കാറ് ബൈക്ക് എന്ന് വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിക്കൊടുത്തില്ല. ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്തായാലും ഫ്യൂച്ചറിൽ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പുറത്ത് പോകുമ്പോൾ എപ്പോഴും വാങ്ങിക്കൊടുക്കുന്നത് നിർത്തി. ഇവിടെ ഫാൻസി ഐറ്റംസ് ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. വളയും മാലയും കമ്മലും ഒക്കെ. ഈ ലേഡീസിൻ്റെ മാത്രമല്ല ജെൻസിൻ്റെയും ഉണ്ടാവും. ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭയങ്കര പൈസയാണ് കേട്ടോ ഇവിടെ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സാധനത്തിനേക്കാളും കൂടുതൽ പൈസ ഇവിടെ വാങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടാവും. അതാണ് വ്യത്യാസം. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വന്ന് അച്ചുവിന് ഇനി പറ്റൂല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ അവനോട് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിത്തരാം, എന്നിട്ട് പോകുന്ന സമയത്ത് വണ്ടി വാങ്ങിത്തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ഐസ്ക്രീമേ വാങ്ങിയിട്ടുള്ളൂ. ഒന്ന് ചക്കി എടുക്കും, ഒന്ന് ഞാനും അച്ചും കൂടെ കഴിക്കും. അച്ചുവിന് കുറച്ചേ കൊടുക്കുള്ളൂ. അത് മുഴുവനൊന്നും ഓന് കൊടുക്കൂല. ബാക്കിയൊക്കെ ഞാനായിരിക്കും കേട്ടോ കഴിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുവിനെ എടുത്ത് വീഡിയോ എടുത്ത് ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ചന്തയിൽ വന്നിട്ട് വില കൂടിയത് മാത്രമേ കാണാറുള്ളായിരുന്നു. നിങ്ങൾ ഇപ്പം കാണുന്ന ഈ മാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കാണുന്ന അതൊക്കെ വെറും 50 രൂപയേ ഉള്ളൂ. ഇത്രയും വില കുറവിൽ ചന്തയിൽ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സംഭവം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതും കളക്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ധാവണീൻ്റെ കൂടെ അല്ലെങ്കിൽ സാരീൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ആൻറ്റിക്ക് പോലെയുള്ള ഒരു ഗോൾഡൻ കളറിലൊക്കെ വരുന്ന മാലകളാണ് കേട്ടോ അതൊക്കെ. അമ്പലത്തിൻ്റെ അടുത്ത് വരെ 2 സൈഡും നിറച്ച് കടകളാണ്. സംഭവം ഒരേപോലെയുള്ള കടകൾ ഒരുപാടുണ്ട്. കഴിയുന്ന ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരുപോലുള്ള കടകളൊക്കെ ഞാൻ കുറേ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. വീഡിയോ വെറുതെ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഈ കണ്ണാടിക്കൽ ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ കന്നുകാലികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു ചന്തയായിരുന്നു. പിന്നെ ഓരോ വർഷങ്ങൾ കഴിയുന്ന സമയത്തും ഇതിങ്ങനെ അപ്ഡേറ്റായി ഇന്നിപ്പോൾ കാണുന്ന ഈ ലെവലിലേക്ക് മാറി വരികയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൂടിയാണ് കേട്ടോ. 7 ദിവസത്തെ ഉത്സവമാണ് ഉണ്ടാവുക. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ കണ്ണാടിക്കൽ ചന്ത എന്ന് പറയുന്ന സംഭവം ഇവിടെ നടക്കുന്നത്. ഞങ്ങളങ്ങനെ നടന്ന് സ്റ്റേജിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടോ. അമ്പലം സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇവിടെ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണല്ലോ മെഗാ ഗാനമേള ഉള്ളത്. അപ്പം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് വന്നുകൊണ്ട് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ മുന്നേ തന്നെ കുറച്ച് കുട്ടികൾ ബബിൾസൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നേ. അച്ചു ഇങ്ങനെ അവരെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഒരു കാപ്പി കിട്ടും. ചന്തയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാപ്പി കുടിക്കാതെ പോകാൻ പറ്റൂല കേട്ടോ. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സംഭവം മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ്. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും കിട്ടും. അപ്പോൾ അച്ചു ഇതേവരെ അങ്ങനത്തെ കാപ്പി കുടിച്ചിട്ടില്ല. അവനും കുറച്ച് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച്
പോകുന്ന സമയത്ത് ഇതാ അവിടെ സ്റ്റേജിൽ ഒരു DJ സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. അച്ചും വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതിവിടുത്തെ ഹോളാണ്, കല്യാണമൊക്കെ നടത്തുന്ന. ഇതിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി പോവാം. നല്ല ചൂടാണ് കേട്ടോ. എപ്പോൾ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഈ കാപ്പി നല്ല ചൂടോടെയാണ് കിട്ടുക. അങ്ങനെ കുറച്ചൊക്കെ ആറ്റി അച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചാട്ടോ അച്ചുവിന് കൊടുത്ത്. പക്ഷേ അത് മുഴുവൻ അവൻ കുടിച്ചേ. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പം കുറച്ച് ലേറ്റായി. സംഭവം 7 മണിക്ക് നമ്മളെ പരിപാടി തുടങ്ങും, മെഗാ ഗാനമേള. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇവിടെ ഇനി ഇരിക്കാൻ സ്ഥലം കിട്ടുമോയെന്നൊന്നും അറിയില്ല. എല്ലാവരും നേരത്തെ വന്ന് നല്ല സ്ഥലമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട്, മലബാർ മേള. പോകുന്ന വഴിക്ക് നമുക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ചുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം, അവൻ്റെ വയറ് നിറച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാണ്. നേരത്തെ പോകുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിലുള്ള കടകൾ മാത്രമായിരുന്നു എടുത്തത്. ഇത്തവണ വരുമ്പം ഇപ്പുറത്തെ സൈഡിലുള്ള കടകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീഡിയോയിൽ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ യന്ത്രൂഞ്ഞാൽ നേരത്തെ കണ്ടതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഈ യന്ത്രൂഞ്ഞാലിൻ്റെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്, ഒരു റൈഡ്. പക്ഷേ അത് നല്ലോണം ഇവിടുന്ന് കാണാനും പറ്റുന്നില്ല. റൈഡ് ഓൺ ആയാൽ മാത്രമേ അതിങ്ങനെ പൊന്തി വരുള്ളൂ, അല്ലാത്തപ്പോൾ താന്ന് കിടക്കുകയായിരിക്കും. നമുക്കാണെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും ഇല്ല. അങ്ങനെ ഞങ്ങൾ ചക്കീൻ്റെ വീട്ടിലേക്ക് എത്താനായി. അവിടെ എത്താൻ നേരത്ത് ഇതാ അച്ചമ്മേനെ കണ്ടു. ചക്കീൻ്റെ അച്ചമ്മയാണിത്. അങ്ങനെ കണ്ടപ്പോൾ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് അച്ചു ആദ്യം ഓടിപ്പോയത് ടോമീൻ്റെ അടുത്തേക്കാണ്. അവനാണെങ്കിൽ ചക്കീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും ചക്കീൻ്റെ പെറ്റ് തന്നെയാണ് കേട്ടോ അത്. എപ്പോഴും ചക്കീൻ്റെ വഴിയാണ് ഉണ്ടാവുക. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റായിട്ട് കുഞ്ചു ചായ കുടിക്കുകയായിരുന്നേ. അതുകൊണ്ട് അച്ചുവിനും കുറച്ച് ചായ കിട്ടി. ഈ കുഞ്ചു എന്ന് പറയുന്നത് അച്ചുവിൻ്റെ മാമനാണ്. മാത്രമല്ല ചക്കീൻ്റെ ട്വിൻ ബ്രദറാണ്. ഇവർ രണ്ടുപേരും ട്വിൻസാണ്. ഇവർ മാത്രമല്ല, ഇവർക്കൊരു ഏട്ടനും കൂടെ ഉണ്ട്. ഞാൻ അച്ചുവിന് ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അച്ചു നന്നായിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അവന് വയറ് നിറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ടെൻഷനായിരിക്കും, അവന് വിശക്കുന്നുണ്ടോയെന്ന്. പിന്നെ സമാധാനമായിട്ട് പാട്ടൊന്നും ആസ്വദിക്കാൻ പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. മാത്രമല്ല അവിടുന്ന് വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്നാക്സും വെള്ളവും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നന്നായിട്ട് തിരക്ക് കൂടും. ഞങ്ങളിപ്പോൾ ഇതാ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിയിട്ടുള്ളൂ. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തിരക്ക് കൂടിക്കൂടി വരും. ഇവിടെ റൈഡിന് ചുറ്റും അതേപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ സ്റ്റേജിന് ചുറ്റുമാണ് നല്ല തിരക്കുണ്ടാവുക. പിന്നെ അങ്ങോട്ട് പാസ് ചെയ്യുന്ന റോഡിൽ തിരക്കുണ്ടാവും അതിൻ്റേതായിട്ടുള്ള. പക്ഷേ ഇതിലെ വണ്ടിയും ബസ്സുകളൊക്കെ വരുന്ന സ്ഥലമാണ്. എന്നാലും അത്രയും ജനങ്ങൾ ഈ റോഡുമ്മ കൂടെ പാസ് ചെയ്യും കേട്ടോ. ഇവിടെ ചന്ത തുടങ്ങിയിട്ടുണ്ട്. കഴിയുന്നത്ര ഇതിലെ വണ്ടിയും കൊണ്ട് പാസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ ബ്ലോക്ക് കൊടുങ്ങുന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് വരവൊക്കെ വരുന്ന സമയമാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ ബ്ലോക്ക് പെട്ട് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഈ ടൈമിലുള്ള യാത്രകൾ കണ്ണാടിക്കൂടെ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഈ ചന്തയ്ക്ക് വരുമ്പോൾ മാത്രം ഞാൻ കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. ഇപ്രാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് നടക്കായതുകൊണ്ടും അച്ചുവിനെ എടുത്തുകൊണ്ട് നടക്കായതുകൊണ്ടും ഒക്കെ എനിക്ക് ആ മുഖങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആരാന്ന് വെച്ചാൽ പണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അതേപോലെ ബസ്മേറ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ശരിക്കും ഞാനിപ്പോൾ ചന്തയ്ക്ക് വരുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കാണാറുള്ളൂ. ശരിക്കും കോണ്ടാക്റ്റ് പോലും ഉണ്ടാവില്ല ഞങ്ങൾ തമ്മിൽ, നമ്പർ പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. എന്നാലും ചന്തയ്ക്ക് വരുമ്പോൾ എല്ലാ കൊല്ലവും ഇവരൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇന്നെന്തായാലും എനിക്കതിന് പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് എത്താൻ ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയും തിരക്കാണ്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി തിരക്ക് കൂടുക. ഇത്രയൊന്നും അല്ല ഇവിടെ തിരക്ക് ഉണ്ടാവാറ്. ഞങ്ങൾ വന്ന ടൈം ഇതായതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ മുന്നോട്ടേക്ക് ഇരിക്കാൻ പോവാണ്. അധികം മുന്നിലേക്ക് എന്തായാലും ഇരിക്കാൻ പറ്റില്ല, അച്ചുവിന് സൗണ്ടൊക്കെ ബുദ്ധിമുട്ടാവും.
അതുകൊണ്ട് ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തേക്ക് നോക്കിയിട്ട് പോയി ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പം തന്നെ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അച്ചു അധികം ഡാൻസ് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ അവന് ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും അധികം പാടിയിട്ടില്ല. ആകെ 2 പാട്ട് മാത്രമാണ് അവന് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മോണിക്ക എന്ന് പറയുന്ന പാട്ടില്ലേ അതും പിന്നെ മനസ്സിലായോ എന്ന് പറയുന്ന പാട്ടില്ലേ അതും. അതവന് ഇഷ്ടപ്പെട്ടതാണ് 2 അതിന് അവന് കഴിയുന്നത്രയും കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി പാട്ടിനൊന്നും അവൻ ഡാൻസ് കളിച്ചില്ല. അവനെ ഞാൻ കുറേ ഉന്തിത്തള്ളി കളിക്കാൻ വേണ്ടി വിട്ട്, എന്നിട്ടും അവൻ കളിച്ചില്ല. എൻ്റെ അടുത്തേക്കോ ചക്കീൻ്റെ അടുത്തേക്കോ ഒക്കെ വന്നിരിക്കുകയാണ് ചെയ്ത്. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ നന്നായിട്ട്. അത് നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരാൾ പപ്പടമുട്ടായി ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നേ, അത് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അച്ചുവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് മാത്രം വന്നില്ല, മുന്നിൽ മാത്രം കൊടുത്തിട്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുവിന് ഇഷ്ടമായി, അവന് കഴിക്കാനും പറ്റുന്ന ഒരു ടെക്സ്ചർ ആണല്ലോ അതിന്. അങ്ങനെ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അച്ചു ആണെങ്കിൽ ഇവരൊക്കെ പോയി തോണ്ടി വിളിക്കുകയും ചിലരെ മുടി പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ കുറേ ആൾക്കാരെടുത്ത് പോയിട്ട് അറിയുന്ന പോലെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇവൻ ഭയങ്കരമായിട്ട് സംസാരവും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ലേഡീസും ജെൻസും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെണ്ടക്കൊട്ട് കേൾക്കാൻ തുടങ്ങിയ സംഭവം വരവ് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പാടിക്കൊണ്ട് നിൽക്കുന്ന പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരവ് പോയി കഴിഞ്ഞാലേ പാട്ട് വെക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരവ് കാണണം. അച്ചുവിന് ആനേനൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് അമ്പലത്തിൻ്റെ റോഡിലേക്ക് പോയി നിന്നിട്ടോ. ഇവിടെ നിന്നിട്ടുണ്ട് എന്തായാലും കാണാൻ പറ്റില്ല, എത്രയോ ദൂരെയാണ് ആ അമ്പലത്തിലേക്ക് വരവ് പോകുന്ന വഴിയുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വരവ് കാണാൻ വേണ്ടി എണീറ്റ് പോട്ടോ. അതുകൊണ്ട് നമുക്ക് നടുക്കിലേക്ക് ഇരിക്കാൻ പറ്റുമേ. ഈ വരവ് കഴിയുന്നതിന് മുന്നേ വേഗം പോയി സീറ്റ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ വരവൊക്കെ കണ്ടിട്ടാണ് ബാക്കോട്ട് പോയിരുന്നത്. അതുകൊണ്ട് മുന്നിലേക്ക് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും അച്ഛനതാ കാണിക്കുകയാണ്, വരവ് കാണിക്കുകയാണ്. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ടക്കൊട്ട് എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഓൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സംഭവമൊക്കെ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ഓൻ എൻ്റെ തോളുമേലാണ് ഇരുന്നത്. ഞാൻ എടുത്തിട്ടുണ്ട്, എന്തായാലും ഓന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തോളുമ കയറ്റി വെച്ച് അവിടെ നിന്ന് അവൻ അടിപൊളിയായിട്ട് കണ്ട്. ഞാൻ അധികമൊന്നും കണ്ടില്ല, പക്ഷേ ഓൻ കണ്ട്. ഇതെനിക്ക് ചക്കീൻ്റെ ഒരു കസിനാട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തുന്നത്. ഞാൻ ആൾക്കാരെ ബാക്കിലായിരുന്നു നിന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലോണം കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ കണ്ണാടിക്കൽ ആന വരേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തലേ ദിവസമായിരുന്നു മെഗാ ഗാനമേള. അന്നാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് ആലോചിക്കുമ്പോൾ ശരിക്കും അന്തം വിട്ട് നിൽക്കും. എന്താ വെച്ചാൽ പിറ്റേ ദിവസം, അതായത് ആന വരേണ്ട ദിവസമാണ് പോയിട്ട് ഇതേപോലെ നിൽക്കുന്നതെങ്കിൽ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെയാണെന്ന് തോന്നുന്നു ആന വരണ്ട് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന അതേ സ്പോട്ടിലായിരുന്നു. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും ചാൻസ് ഉണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് അന്നത്തെ ദിവസമല്ല ഞങ്ങൾ പോയത്, അതിൻ്റെ തലേ ദിവസമായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറയാം. ഈ ആന അമ്പലത്തിലേക്ക് കയറി പോട്ടോ. കുറേ സ്റ്റെപ്പുകളുണ്ട്, അത് കയറിയിട്ടാണ് പോവുക. മാത്രമല്ല വലിയൊരു വാതിലുണ്ട് അമ്പലത്തിൻ്റെ, ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോവുക. അമ്പലം അങ്ങനെ ചുറ്റും, പിന്നെ മുന്നിൽ വന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ അമ്പലത്തിൽ വെച്ചാണ് കുട്ടിയാവുമ്പം. അതിന് ശേഷം വേറെ ഓരോ ഉത്സവത്തിന് പോകുമ്പോൾ ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഈ അമ്പലത്തിൽ വെച്ചാണ്. വരവ് അമ്പലത്തിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ തിരിച്ചിവിടെ തന്നെ വന്നിരുന്ന്. പക്ഷെ ഞങ്ങൾക്ക് നല്ല സ്പോട്ടൊന്നും ഇരിക്കാൻ കിട്ടിയില്ല. നേരത്തെ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഇരുന്നേ. അപ്പോൾ അതാ അച്ചു മുന്നിലിരിക്കുന്ന ഒരു ചേച്ചീനെ തോണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. തോണ്ടി വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട്. അവരാരാന്നൊന്നും എനിക്കറിയില്ലേ, പക്ഷേ അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു പാട്ടേ കേട്ടുള്ളൂ. അതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഞ്ഞുണ്ടായിരുന്നു. അച്ചുവിന് വയ്യാതാവെന്ന് വിചാരിച്ച് വേഗം ഇറങ്ങിയതാട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നല്ലൊരു തമാശ
ഉണ്ടായേ. എന്താ വെച്ചാൽ അച്ഛനെ ഞാൻ എടുത്ത് നടക്കുമ്പോൾ അച്ഛൻ ബാക്കോട്ട് നോക്കി ചെരുപ്പ് എന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച അപ്പുറത്തെ സൈഡിൽ ചെരുപ്പ് വിൽക്കുന്നുണ്ട്, അത് വാങ്ങി കൊടുക്കാനാണെന്ന് കുറേ പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞേ. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് കാലിലേക്ക് നോക്കിയപ്പോഴാണ് അവൻ്റെ ഷൂ അവിടെ ഊരി പോയിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് കൊടുക്കാനാണ് ഇവൻ പറയുന്നതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്ക് ഞങ്ങൾ കുറേ ദൂരം നടന്ന് വന്നീനെ. ആ തിരക്ക് കൂടെ ഇനിയും തിരിച്ചു പോവണ്ടേന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് അത് എടുത്ത് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്താനായി. ഫ്രണ്ടിൽ തന്നെ റോണോ വന്ന് നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് എനിക്ക് പേടിയാവുക. എങ്ങനെയാണ് ഞങ്ങൾ അതിലേ പോവുക. അവസാനം അവനെ പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എന്നാലും എനിക്ക് പേടിയാട്ടോ. പക്ഷേ അച്ഛനൊരു പേടിയില്ല കേട്ടോ. ഓൻ കൂളായിട്ടിരിക്കുകയാണേ. അച്ഛനായിരുന്നൊരു വിമാനം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ. അവന് മാഷ വേണമെന്ന് പറഞ്ഞായിരുന്നു കരങ്ങിണ്ടായിരുന്നത്. പക്ഷെ അങ്ങേരെ അടുത്ത് മാഷ മാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിട്ടിയ വിമാനം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുമായിരുന്നേ. പക്ഷെ അച്ഛന് രാത്രി തീരെ ഉറക്കണ്ടായിരുന്നില്ല. അവൻ ചക്കീനെയും വിളിച്ച് നല്ല കളിയായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണ് ഓനെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.